ഹായ് കൂട്ടുകാരെ, അപ്പോൾ ചെറിയൊരു സഹായം നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വരുമെന്നും ഇങ്ങനെയൊക്കെ ആകുമെന്നൊന്നും വിചാരിച്ചില്ല. നമ്മൾ കുറെ ആലോചിച്ച് ഇപ്പോൾ ഇതെടുക്കുന്നതിന് തൊട്ട് മുന്നേ കൂടെ വേണോ വേണ്ടയോ ഇപ്പൊ എടുക്കുമ്പോഴും നമ്മൾ വേണോ വേണ്ടയോ എന്നൊന്നും ഞങ്ങൾക്ക് ആ ഒരു വടംവലി മത്സരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഞങ്ങളുടെ മനസ്സിൽ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, നമ്മളെ എല്ലാവരും അറിയും, കാരണം നമ്മൾ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഒരു മിനിറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ പറയണം എന്നൊന്നും ഞങ്ങൾക്ക് സത്യത്തിൽ അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ ചിലപ്പോൾ നെഗറ്റീവ്സ് ഇട്ടെന്ന് വരയില്ലെന്ന് നമ്മൾ പറയുന്നില്ല. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പറയുകയാണ്. ഇപ്പം നമ്മുടെ ഓരോ അവസ്ഥയും കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചാൻ എന്നോട് വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഇച്ചാ, നമ്മുടെ ചോദിച്ചു നോക്കാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലോട്ട് ഞങ്ങൾ എത്തുമെന്ന് ഒട്ടും ഒരു പൊടി പോലും ഞങ്ങൾ വിചാരിച്ചല്ല. കാരണം അത്രയും അവസ്ഥയെന്ന് വെച്ചാൽ അത്രയ്ക്ക് മോശമായി പോയി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് എന്തോ വേണം, എന്ത് ചെയ്യണം ഒന്നും അറിയത്തില്ല. ആരുടെ അടുത്ത് പോയി ചോദിക്കണം ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ള നമുക്കറിയാം. കാരണം റെജി എന്ന് പറഞ്ഞ ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഗിരിജ എന്നാണെന്ന് തോന്നുന്നു ഒരു ചേച്ചിയുടെ പേര്. എനിക്ക് ചേച്ചിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പൈസ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ചേച്ചി ഒരു 500 എനിക്ക് ഇട്ട് തന്നു. സത്യത്തിൽ അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഓട്ടോയ്ക്ക് പൈസ കൊടുത്തത് തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം ചില ആൾക്കാർ സഹായിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ടെന്നുള്ളത്. ഇപ്പം നമുക്ക് അത്രയും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ഇടാം എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് അറിയില്ല ഇത് ഇട്ടതിന് ശേഷമുള്ള നെഗറ്റീവ്സ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. നല്ലൊരു വിഷമത്തോടും ടെൻഷനോടുകൂടി തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ ഡോറയ്ക്കും ട്രീറ്റ്മെൻറ്റ് വേണം, അതുപോലെ തന്നെ മോനുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. മോനെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം വലിയ പൈസയൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹൃദയം എന്ന് പറഞ്ഞുള്ള പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോനെ. പിന്നെ പോകുന്ന അതാണ് കാരണം ഇപ്പം എനിക്ക് മോനെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അമ്മയും കൂടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ യാത്രാ ചിലവും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് വരുമാനം കൂടി ഇല്ലാതായതുകൊണ്ട് നമുക്കൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ആരടുത്തും നമുക്ക് പോയി ചോദിക്കുന്നത്. കാരണം ഒരുപാട് പേരുടെ ഞാൻ കടം മേടിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ കടം മേടിച്ചാണ് പല കാര്യങ്ങളും നടത്തിയത്. ഇത്രയും നാളും എങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിന്റെ റവന്യൂ വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് വീണ്ടും ആൾക്കാർ അതുകൊണ്ട് നമ്മളെ സഹായിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇത് വെച്ചിട്ട് പോയി ചോദിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് പേര് നമുക്ക് പൈസ തന്ന് സഹായിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇതുപോലെ തന്നെ കൊടുക്കാറുമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരാളടുത്തോട്ട് കടം ചോദിക്കാൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പറ്റുന്നൊരവസ്ഥയില്ല. കാരണം ഞങ്ങൾ കടം ചോദിച്ചവർ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം നമുക്ക് വരുമാനം ഇല്ലാതിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കടം മേടിച്ച് വെച്ചാലും പിന്നെ നമ്മൾ തന്നെയാണ് അതിൻ്റെ പേരിലും ബുദ്ധിമുട്ടേണ്ടത്. അപ്പം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇതിലൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. ഇപ്പം ഡോറയ്ക്കാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റിനുള്ള എല്ലാം കൂടി എഴുതുന്നുണ്ട്. അത് തന്നെ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് ബ്ലഡ് ടെസ്റ്റിന്റെ മാത്രം. ആ ഡോക്ടർ നല്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഡോക്ടറാണ്. പുള്ളിക്കാരിക്ക് എനിക്ക് പനിയൊക്കെ വന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തായിരുന്നു. ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുന്ന വീഡിയോ ആ ഹോസ്പിറ്റലിലാണ് പോയത്. അതുപോലെ നമ്മുടെ വീട്ടിന് തൊട്ടടുത്തോളം നമ്മൾ അറിയാവുന്നതാണ്. ഡോറയെ ഒരുപാട് ഇഷ്ടമുള്ള കാണുന്നതാണ്. ഡോറയെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് അപ്പം പുള്ളിക്കാരിക്ക് അറിയാം, നമ്മുടെ വീഡിയോസ് കാണുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അറിയാം നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ല എന്നുള്ള അറിയാവുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് ആയപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞ മോനെ ഇപ്പം നീ പൈസ കൊടുക്കുക, ഇല്ലെങ്കിൽ നീ കൊടുക്കണ്ട, ഇപ്പം എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അത് ചെയ്യാതിരിക്കുന്നത് ശരിയാവത്തില്ല, നീ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ട് കാണിക്ക്, നീ എനിക്ക് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം നമ്മൾക്ക് അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ഓരോരുത്തർ സഹായം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒന്ന് ഇച്ചിരിയെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുന്നത്. നമുക്ക് അവർക്കും പൈസ കൊടുക്കണം. അതുപോലെ തന്നെ ഡോറയ്ക്ക് ഇനിയും ഇപ്പം 5 ദിവസത്തെ മെഡിസിൻ എടുത്തപ്പോൾ തന്നെ ഏകദേശം ഒരു 300 ആയി. വെറും 5 ദിവസത്തേക്കുള്ള മെഡിസിനെ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ടും പോകണം. വൈകുന്നതിന് മുന്നേ എന്നുവെച്ചാൽ ഇപ്പം തന്നെ മോനാണെങ്കിൽ ഹോളിൻ്റെ വലിപ്പം 4 ഇതുണ്ട്. അപ്പം അതൊക്കെ ആയപ്പോഴും നമുക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്ന് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങളടുത്ത് പറഞ്ഞാണ്. കാരണം നമ്മൾ പെട്ടെന്ന് അവസ്ഥയിലൂടെ അല്ലായിരിക്കും പിന്നീട് ശരിയാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ഒരു കഷ്ടകാലം ഒരു മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്
ഒട്ടും താല്പര്യമില്ല പറയാൻ. ഇല്ല, നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. കഴിയുന്ന ആൾക്കാരല്ലേ മനസ്സുള്ളവർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എനിക്ക് ഇവര് രണ്ടുപേരും ഒന്ന് ഓക്കെ ആയി കിട്ടിയാൽ മതി. ഈ രണ്ടുപേരും ഒന്ന് ഓക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഓക്കെ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സമാധാനത്തോടെ നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ്. കാരണം അത്രയും ഒന്നും എടുത്ത് നമുക്ക് വിൽക്കാനായിട്ടും ഒന്നുമില്ല, പണയം വെക്കാനായിട്ടും ഒന്നും ഇല്ലാണ്ടില്ലേ. ഒരു വകയില്ല, മാലയും താലിയും കമ്മലും സകല സാധനവും പണയത്തിലാണ്. ഒരു വകയും ഞങ്ങളുടെ ഇല്ല എടുക്കാനായിട്ട്. ഇത്രയും നാളും എങ്ങനെയൊക്കെയോ പിടിച്ച് നിന്നു, ഇതുവരെ എങ്ങനെയൊക്കെയോ നിന്നു. പക്ഷെ ഇനി ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി. അപ്പം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഒരിക്കലും ആഗ്രഹിച്ചെന്നല്ല. ഒരിക്കൽ പണ്ട് നിങ്ങൾ വീഡിയോ ഇട്, ഞാൻ ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കുന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ അന്നേരം അങ്ങോട്ട് പറഞ്ഞു, വേണ്ട, ഇത് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല, നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. മുന്നോട്ട് എങ്ങനെയാണെന്ന് ആ സാഹചര്യം പോലെ. നമ്മുടെ വീട് ഇടിഞ്ഞു വീണ സമയത്ത് പോലും നമ്മൾ ആരുടെ സഹായം ചോദിക്കാൻ പോയിട്ടില്ല. കാരണം ഷെഡ് ആണെങ്കിൽ ശരിയാണ്, കുഴപ്പമില്ല. ഇപ്പൊ താമസിക്കുന്ന ഒരു മുറി വീടാണ്, സേഫ് അല്ല ഈ റൂം സേഫ് അല്ലെങ്കിലും ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്ക് വേറെ വീടായിട്ടൊന്നും വേണ്ട, ഒരു ഷെഡായാലും കുഴപ്പമില്ല, നമ്മൾ നിന്നോളാം എന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ സത്യം പറഞ്ഞ് ചിന്തിച്ചു. അതുകൊണ്ട് നമ്മൾ ആരുടെ അടുത്താണെങ്കിലും ഒരു സഹായം ചോദിച്ച് ആ സമയത്ത് പോലും നമ്മൾ വീഡിയോ ഇട്ടില്ല. മഴയത്ത് അത്രയും ഇടിഞ്ഞു വീണ് നമുക്ക് ഒട്ടും പറ്റാത്ത സിറ്റുവേഷനായി, സാധനങ്ങൾ മൊത്തം നശിച്ച്. എന്നിട്ടൊന്നും നമ്മളാണെങ്കിൽ ആരുടെ അടുത്ത് ഒന്നിനും ചോദിക്കാൻ പറയാനൊന്നും പോയില്ല. പക്ഷെ ഇപ്പോഴും ചില ട്രീറ്റ്മെൻറ്റ് അത് ജീവനായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ഇവളുടെയും കാര്യം ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സഹായം നിങ്ങളോട് ചോദിക്കേണ്ടി വന്നത്. കഴിയുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ഒന്ന് ഞങ്ങൾക്കൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി. കാരണം ഈ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും, എങ്ങോട്ട് ചെല്ലുമെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തി നിന്നു. അതുകൊണ്ട് നമുക്ക് മുന്നോട്ടിനി പോകാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ എത്രയൊക്കെ നോക്കിയിട്ടും പറ്റുന്നില്ല. ഒരുപാട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, കഴിയുന്നില്ല. എന്തോ വേണമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് കഴിയുന്ന ആൾക്കാരൊന്ന് ഹെൽപ്പ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. എന്തോ പറയണം, എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറയുന്നത്. പിന്നെയും പറയാണ് നെഗറ്റീവ്സും പണിക്ക് പോടാതെ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പൊ വരാം. അപ്പോൾ നമുക്ക് ഇതേ പറയാനുള്ളൂ. നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുക. അതല്ല താല്പര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ദൈവത്തോർത്ത് നെഗറ്റീവ് കമന്റ് ഇട്ട് അത് തന്നെ. അല്ലാതെ ഒന്നും വേണം നമ്മൾ പറയുന്നില്ല. പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തതിന്റെ റീസൺ നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എന്തുകൊണ്ടാണ് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തെന്നുള്ള അവസ്ഥ. നമ്മൾ അത് വീണ്ടും നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പോൾ എല്ലാവരോടും പറയാനായിട്ട് ഇതേ ഉള്ളൂ. താങ്ക് യു.